ആരെങ്കിലും എന്നെ കിനാവിൽ കണ്ടാൽ ഫഖദ് റആനി, അവൻ എന്നെ തന്നെയാണ് കണ്ടതെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂലിനെ ഒന്ന് കിനാവിൽ കാണണം ഈ രാത്രി പുലരുന്നതിൻ്റെ മുമ്പ്. അതിനാഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് മുമ്പിലേക്ക് വന്നിരിക്കും എല്ലാവരും. അതിനാഗ്രഹമില്ല, ഒരു പ്രസംഗത്തിൻ്റെ ഒരോളം കേൾക്കാനാണെങ്കിൽ ബാക്കിൽ തന്നെ നിന്നവൻ, അല്ലെങ്കിൽ ഇവിടെ ഒരു 4 കസേര കാലുണ്ട്, അടുത്ത് വന്നിരുന്നോളൂ. അപ്പോൾ അതിൻ്റെ ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കണേ ഹബീബിങ്ങളെ. നമ്മൾ മദീനയിലേക്കൊന്ന് മനസ്സുകൊണ്ട് ഈ കൊല്ലം ജില്ലയിലെ മയ്യത്തുങ്കരയുടെ സമീപമുള്ള ഈ ഗ്രാമത്തിൽ നിന്ന് ഈ രാത്രി ഒന്ന് പോകാനുള്ള വിഫലമായ ഒരു ശ്രമം നടത്തുകയാണ്. നിലാവ് പൊഴിയുന്ന മസ്ജിദുൽ നബവിയുടെ മുറ്റത്തൊന്ന് നിൽക്കാൻ കൊതിക്കുകയാണ്. പച്ചക്കുബ്ബയെ നോക്കി നോക്കി നിൽക്കാനാണ്. ഹൃദയമിങ്ങനെ ത്രസിക്കണം, കണ്ണ് നിറഞ്ഞു തുളുമ്പണം, ഹൃദയമൊന്ന് പൊട്ടണം. ജീവിതത്തിൽ ആദ്യമായി റസൂലുള്ളാന്റെ ചരിത്രം കേട്ടിട്ടല്ല, ചരിത്രം കേട്ട് നമ്മൾ പലപ്പോഴും കരയാറുണ്ട്. അതിനല്ല പറയുന്നത്, പകരം യാ റസൂലല്ലാഹേ എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. ലലം തുസുൻ ലൗ കുന്തു അബ്സർതുഹു ഹയ്യം ഫഖുൽതു ലഹു ലാ തംശി ഇല്ലാ അലാ ഖദ്ദിഹി ലക്കൽ ഖദമു മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ലൗ കുന്തു അബ്സർതുഹു. ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനെ കണ്ടിരുന്നുവെങ്കിൽ, ഹയ്യാ ജീവിതകാലത്ത് ആരംഭപ്പൂവായ മുസ്തഫായ നബിയെ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ, ഫഖുൽതു ലഹു ഞാൻ ഹബീബിനോട് പറയുമായിരുന്നു, നബിയെ അങ്ങ് നടക്കല്ല നബിയെ, മണ്ണിൽ കാൽപാദം പതിക്കല്ല നബിയെ, എൻ്റെ കവിള് തരാ, എൻ്റെ കവിള് വെച്ച് തരാം നബിയെ, എന്നിട്ട് കവിളിൽ ചവിട്ടി നടക്കൂ നബിയെ. കാരണം ആ കാൽപാദങ്ങളുണ്ടല്ലോ, സൂര്യചന്ദ്ര നക്ഷത്ര ഗോളതാരപഥങ്ങളെ, മാമലകളെ, സമതലങ്ങളെ, ആറുകളെ, പുഴകളെ, ജലാശയങ്ങളെ, ഈ ബ്രഹ്മാണ്ഡ കടാകത്തെ അതിജയിച്ച് അർശ് കുർശ് ലൗഹ് കലമ് ബൈത്തുൽ ഉസ്സ ബൈത്തുൽ മഅ്മൂർ സ്വർണവർണ്ണ ചിത്രശലഭങ്ങൾ പാറി വന്നിരിക്കുന്ന സിദ്റത്തുൽ മുന്തഹ, അതും കടന്നുകൊണ്ട് രാജാതിരാജനായ ജമാലായ കമാലായ നൂറായ അല്ലാഹുവിൻ്റെ രാജാങ്കണത്തിൽ ഹളീറത്തുൽ ഖുദ്സിൽ ചെരിപ്പിട്ട് നിന്ന കാല കാബ ഖൗസൈനി ഔ അദ്നാ. അള്ളാഹുവിനോട് നേരിട്ട് അഭിസംബോധനം ചെയ്ത, ഇന്ററാക്ട് ചെയ്ത അവര് സാഹിബുൻ നഅലൈനിയാണ്. കാലിൽ ചെരുപ്പിട്ടിട്ടാണ് ഹളീറത്തുൽ ഖുദ്സിൽ നിന്നത്. തൂർ സീനാ മലയുടെ താഴ്വാരത്തേക്ക് ജോർഡാനിൽ നിന്ന് മൂസാ നബി ഈജിപ്തിലേക്ക് പോകുമ്പോ ഒരു പ്രകാശം കണ്ടോ? ഖുർആൻ അത് ഉദ്ധരിക്കുന്നുണ്ട്. തൻ്റെ അഖിലിനോട് പറഞ്ഞു, അവിടെ പ്രകാശമുണ്ട്, ഒന്നുകിൽ ഒരു വഴികാട്ടിയെ കിട്ടും, അല്ലെങ്കിൽ ഇത്തിരി വെളിച്ചം കിട്ടും. മൂസാ പ്രവാചകൻ ഒറ്റക്ക് പോയി. ഞാൻ അവിടെ പോയും സിയാറത്ത് ചെയ്തിട്ടുണ്ട്. സെന്റ് കാതറിംഗ് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് തൂരി സീനാ മലയുടെ താഴ്വരയില്, സീനായ് കുന്നുകളുടെ താഴ്വാരത്ത്. ആ സെന്റ് കാതറിൻ എന്ന് പറയുന്ന ചർച്ചിന്റെ ഉള്ളിൽ ഞാൻ കയറി. അവിടെ ഒരു മരം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ബോണിഷ് ബുഷ് എന്നാണ് അതിൻ്റെ പേര്. ലോകത്ത് ഒരേ ഒരു മരമേ ഉള്ളൂ.
കൊമ്പ് വച്ചാൽ പൊടിക്കാത്ത, കായ നട്ടാൽ കിളിർത്തു വരാത്തൊരു മരമുണ്ട്. അത് അള്ളാഹുവിൻ്റെ വെളിച്ചം പകർന്ന മരമാണ്. അവിടെ എത്തിയപ്പോൾ ആ മരം അങ്ങ് പ്രകാശിച്ചു. അള്ളാഹു മൂസാ പ്രവാചകനോട് പറയുകയാണ്, മൂസാ ഫഖ്നഅ അലൈക യാ മൂസാ ഇന്നക ബിൽവാദിൽ മുഖദ്ദസി തുവാ മലയുടെ താഴ്വരയിലാണ് ചെരിപ്പൂരു മൂസ. കണ്ടോ നിങ്ങള്? അള്ളാന്റെ ഹദീറത്തുൽ ഖുദ്സിലല്ല, അഭൗമികമായ ലോകത്തല്ല, ജോർഡാനിലെ തൂരി സീനാ മലയുടെ താഴ്വരയില് ഭൂമിയിൽ വെച്ച് മൂസാ പ്രവാചകനോട് അള്ളാഹു ചെരിപ്പൂരാൻ പറഞ്ഞു. ഹബീബിങ്ങളെ, അവിടെ അള്ളാഹു പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, അള്ളാഹുവിൻ്റെ അശരീരി മാത്രമാണ് മുഴങ്ങിയത്. എന്നിട്ടും ഇതാ അള്ളാന്റെ റസൂല് ചെരിപ്പിട്ടിട്ടാണ് നടന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാന്റെ 100 പേരിൽ ഒരു പേര് മുഹമ്മദ് അഹ്മദ് ത്വാഹ യാസീൻ എന്ന പേരിൽ ഒരു പേരാണ് സാഹിബുൻ നഅലൈൻ, ചെരിപ്പിട്ടയാൾ. ചെരുപ്പിട്ടത് അത്ര മഹത്തുള്ള കാര്യമാണോ? ഇതിലാരാണ് ചെരുപ്പിടാത്തത്? അതൊക്കെ ഒരു മനുഷ്യന്റെ ക്വാളിറ്റിയാണോ? പക്ഷേ ആ ചെരുപ്പ് എവിടെയാണ് ഇട്ടത്? ആ ചെരുപ്പിട്ടത് അല്ലാഹുവിന്റെ ഹദീറത്തുൽ ഖുദ്സിലാണ്, രാജാങ്കണത്തിലാണ്. ഇത് ബഷീർ ഫൈസിയുടെ തള്ളല്ല, ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഖാബ ഖൗസൈൻ ഔ അദ്നാ, അമ്പും വില്ലും ചേർന്നതുപോലെ. അല്ല, അതിനേക്കാൾ അടുത്ത് നിന്ന് അരൂപിയായ, മാറ്ററില്ലാത്ത, കണ്ണും കാതുമില്ലാത്ത, കാലും കയ്യുമില്ലാത്ത, ഒരു രൂപഭാവങ്ങളുമില്ലാത്ത, നമ്മൾ സങ്കല്പിച്ചാൽ പോലും എത്തിപ്പെടാത്ത ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും സംഹരിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത മഹാശനായ റബ്ബുൽ ഇസ്സത്തിനെ നേരിൽ കണ്ടു മുഹമ്മദ് മുസ്തഫ. ചെരുപ്പിട്ട് ബഷീർ ഫൈസിയുടെ ഈ തൊപ്പിയിൽ ഒരു ചിഹ്നമുണ്ട്. നിങ്ങൾക്ക് അകലെന്ന് കാണാൻ പറ്റുന്നോ എന്ന് എനിക്കറിയില്ല. ഇത് നഅലേ ശരീഫിന്റെ ചിഹ്നമാണ്, പുണ്യനബിയുടെ പാതുകത്തിന്റെ ചിഹ്നമാണ്. യൂസുഫ് നബ്ഹാനി എന്ന് പറയുന്ന പണ്ഡിതൻ ഈ അടുത്ത കാലത്ത് ജീവിച്ച മഹാനാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആഗോള പ്രശസ്തനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ജോലി എന്താണെന്നറിയുമോ നിങ്ങൾക്ക്? പല പണ്ഡിതന്മാർക്കും ചില നിയോഗ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. തെക്കൻ കേരളത്തിലെ മഹാരഥന്മാരായ ആലിമീങ്ങൾക്ക് അവരുടേതായ നിയോഗ ലക്ഷ്യങ്ങൾ ഉണ്ടായി. ഞാൻ അതിന്റെ വിശദാംശം പറയുന്നില്ല. മലബാറിലെ അഗ്രേസരരായ പണ്ഡിതന്മാർക്ക് അവരുടെ നിയോഗ ലക്ഷ്യമുണ്ടായി. പലർക്കും രചനയാകാം. യൂസുഫ് നബ്ഹാനിയുടെ ദൗത്യം എന്തെന്നറിയുമോ? പുണ്യനബിയുടെ ചെരുപ്പിന്റെ അടയാളത്തിന് ഖിദ്മത്ത് ചെയ്യലാണ്. ഹബീബിങ്ങളെ ഓർത്തു നോക്ക്, പുണ്യനബിയുടെ ചെരുപ്പിന്റെ അടയാളത്തിന്, ചെരുപ്പിനല്ല. യൂസുഫ് നബ്ഹാനി തങ്ങളുടെ കയ്യിൽ ആ ചെരുപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ഇജാസ പ്രകാരം വിതരണം ചെയ്യുകയാണ് യൂസുഫ് നബ്ഹാൻ. അവരുടെ കിതാബിലുണ്ട്, സ്വഹാബത്തിന് അല്ലാഹുവിന്റെ റസൂലിന്റെ ചെരുപ്പിന് ഖിദ്മത്ത് ചെയ്യാൻ കഴിഞ്ഞോ? ഹബീബ് വരുമ്പോൾ അത് നീക്കി വെച്ച് കൊടുക്കുക, അത് കഴുകി കൊടുക്കുക. റസൂലുള്ളാഹിക്ക് താല്പര്യമില്ലെങ്കിലും അതൊരു വലിയ ബറക്കത്തായി സഹാബത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം ആ ചെരുപ്പ് അത് ഹദീറത്തുൽ ഖുദ്സിൽ കയറിയ ചെരുപ്പാണ്. എന്നിട്ട് ഈ ചെരുപ്പിന്റെ നഅലേ ശരീഫിന്റെ അടയാളത്തിന് ഖിദ്മത്ത് ചെയ്യുന്ന മഹാന്മാരുണ്ടായെങ്കിൽ ഹബീബേ, ആരാണി മുഹമ്മദ് മുസ്തഫ, ആരാണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടയിൽ പറയട്ടെ, ഈ തൊപ്പി വാങ്ങിയത് ഇറാഖിലെ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു മസാറിന്റെ സമീപത്ത്. അതിന്റെ പുറകിലാണ് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. എൻ്റെ കൂടെ വന്ന ഷാക്കിർ ഫൈസി പറയായിരുന്നു, ഇന്ന് ബിശ്റുൽ ഹാഫിനെ കുറിച്ച് പറയണം. ഞാനൊരു പ്രീ പ്ലാനഡായി പ്രസംഗിക്കുന്ന ആളല്ല. വല്ലാഹി, അള്ളാഹുവേ നീ സാക്ഷി, പറഞ്ഞു തുടങ്ങുമ്പോൾ എന്താണ് ഞാൻ പറയുന്നത് എനിക്ക് പോലും അറിയില്ല. ഒരുപക്ഷെ ഞാനല്ല പറയണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രീ പ്ലാനഡ് അല്ല. അപ്പം ഇടയിൽ വന്നു പോയത് ഈ തൊപ്പി വാങ്ങിയത് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു മസാറിൽ നിന്നാണ്.
ഇറാഖിൽ ഷിയ ആധിപത്യമുള്ള ഒരു രാജ്യം നിങ്ങൾക്കറിയാം. അവിടെ ബിശ്റുൽ ഹാഫി തങ്ങളുടെ മസാറിൽ മാത്രമാണ് ഈ ചെരുപ്പിൻ്റെ റസൂലുള്ളാഹിൻ്റെ നഅലെ മുബാറക്കിൻ്റെ ചിത്രം പതിച്ചിട്ടുള്ളത്. അതിനൊരു ചരിത്രമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കെന്ന് ഞാൻ പറയുന്നില്ല, കേരളത്തിലെ പല മുസ്ലിങ്ങൾക്കും ആഹ്ലാദകരമായ ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിന് 3 മദ്യ ഷോപ്പ് ഉണ്ടായിരുന്നു. അല്ല, കുടിയന്മാർക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു വാക്കല്ലേ. 3 മദ്യ ഷോപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് മൂപ്പര് നല്ല കുടിയനായിരുന്നു. നമ്മളൊക്കെ അങ്ങനത്തെ ആൾക്കാരെ ദീനുൽ ഇസ്ലാം ഒന്ന് പുറത്താക്കാൻ വേണ്ടി ക്യൂ നിൽക്കല്ലേ. ഏത് പ്രസംഗത്തിലും നമ്മൾ എന്താ പറയുക, സ്ത്രീകൾ വളരെ മോശക്കാരാണ്. തെക്കൻ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പറയണം, എനിക്ക് പേടിയുണ്ട്, വന്ന പോലെ തിരിച്ചു പോകണം. സ്ത്രീകൾ വളരെ മോശക്കാരാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രസംഗത്തിലും ആൾക്കാർ എന്താ സ്ഥലത്തിൻ്റെ പേര്, സ്ഥലത്തിൻ്റെ പേരെന്താ, പോരുവഴിയിലെ പെങ്ങളെ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. പോരുവഴിയിലെ ആങ്ങളെ എന്ന് ഏതെങ്കിലും പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പോരുവഴിയിലെ ആങ്ങളെ എന്ന് വിളിച്ചിട്ട് ഏതെങ്കിലും ഉസ്താദ് പ്രസംഗം കേട്ടിട്ടില്ല. പെങ്ങളെ എന്ന് വെച്ചാൽ പെണ്ണുങ്ങളൊക്കെ മോശക്കാരാന്ന് ചുമ്മാ പറയാൻ. അതുപോലെ ഇപ്പോൾ ഏതെങ്കിലും ചെറുപ്പക്കാരൻ കള്ളു കുടിച്ചാൽ അവന് ദീനുൽ ഇസ്ലാം ഒന്ന് പുറത്താക്കൊന്നും വേണ്ടാന്ന്, അവനോട് നബിയെക്കുറിച്ച് പറഞ്ഞാൽ മതി. നീ കള്ളു കുടിക്കണ്ടെന്ന് പോലും പറയണ്ട, നബിയെക്കുറിച്ച് പറഞ്ഞാൽ അവൻ്റെ മനസ്സലി. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് അത് പറയണം. ഞാൻ കള്ളു കുടിച്ചുകൊണ്ടല്ല, അങ്ങനത്തെ കുറേ ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായതുകൊണ്ട് പറയാം. നമ്മളെല്ലാവരും ദീനുൽ ഇസ്ലാം ഒന്ന് പുറത്താക്കാൻ ഭയങ്കര ഉഷാറാണ്, അകത്താക്കുക വേണ്ട. എങ്ങനെയെങ്കിലും ആൾക്കാരെ ദീനുൽ ഇസ്ലാം ഒന്ന് അകത്താക്കണം. അപ്പോൾ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലമാണ്. ഇദ്ദേഹം 3 മദ്യ ഷോപ്പ് നടത്തിയിരുന്ന ആളാണ്. വാവ് എന്ന് വെച്ച് നാളെ നിങ്ങൾ തുടങ്ങണ്ട എന്ന് മാത്രമല്ല, കുടിച്ചുകൊണ്ട് ബഗ്ദാദിലൂടെ നടന്നു പോകുകയാണ്. ഒരു ദിവസം ഒരു മഴ പെയ്തു. മഴവെള്ളത്തിൽ ഒരു കടലാസ് ഒഴുകി നടക്കുന്നു. ഒരു കൗതുകത്തിന് വേണ്ടി ആ കടലാസ് എടുത്തു നോക്കി. മദ്യത്തിൻ്റെ ലഹരിയിൽ ബിശ്ർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അന്ന് ഹാഫി എന്ന പേരില്ല, അപ്പോഴാ കടലാസിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നി. കള്ളുടിയാനാണെങ്കിലും ബിസ്മി കണ്ടപ്പോൾ ഏത് തെറ്റിയുന്നവനും അള്ളാഹു റസൂലിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലൊരു സ്പാർക്കിങ് വരും. അള്ളാഹു നമുക്ക് അങ്ങനെ സ്പാർക്കിങ് ഇന്നത്തെ രാത്രി നൽകട്ടെ. ആമീൻ പറയിസ്റ്റ. നിങ്ങളൊരു ഒഴുക്കിൽ കേൾക്കണില്ലേ? കൈ പിടിക്കാൻ എല്ലാവരും. നമ്മുടെ വയലായാലും നിസ്കാരമായാലും പരിപാടിയിലും ഒക്കെ ഒരു ഒഴുക്കിൽ കേൾക്കുന്ന, ഓളത്തിൽ കേൾക്കുന്ന പരിപാടിയാണ്. ഉറക്കൊരാമീൻ പറയും. അങ്ങനെയൊന്നും പോരട്ടാ, ഉറക്ക പറ. അബേക്കുന്ന ആമീൻ പറയില്ല, എന്തൊട്ട് ഇഷ്ടം ആമീൻ പറയുന്നു. ഉറക്കൊരാമീൻ പറയും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയാ. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് നീ രോഗശമനം നൽകണമേ. ആമീ. മരിച്ചുപോയവർക്ക് എന്തൊട്ട് രോഗശമനാണ് ഇഷ്ടം. അതാണ് പറഞ്ഞത്. നമ്മളെല്ലാം ഒരു ഓളത്തിലാണ്. ചിലർക്ക് കത്തിയിട്ടില്ല. നമ്മുടെ കേസവിൻ്റെ പുസ്തക ബാക്കിൽ ചിരിയാണല്ലോ. മൂപ്പര് ആമീൻ പറഞ്ഞിട്ടുണ്ടാവും. മൂപ്പര് പേരെന്താ? ശരി, പുസ്തകം ഇങ്ങോട്ട് വരി. എന്താണ്? ഷാജഹാൻ. ഷാജഹാൻ വയസ്സ് പുസ്തകം ഇങ്ങോട്ട് വരി. പിന്നെ നേരത്തെ അവിടെ താടി വെച്ച് വന്നില്ലേ നമ്മുടെ, എന്താണ് മൂപ്പര് പേര്? ഷഫീഖ് പുസ്തകമൊക്കെ മുങ്ങിയോ? അവൻ ശരിക്കൊരു തോരക്കട്ടെ. അള്ളാഹു അല്ല, ബാക്കിൽ തൊപ്പിയിട്ട് നമ്മുടെ നേതാവ് ഇരിക്കുന്നുണ്ടല്ലോ, കയറിയിരിക്കും. ഉസ്താദുമാരൊക്കെ സദസ്സിൽ വന്നിരുന്നോളൂ കേട്ടോ. ഞാൻ കുറച്ച് നേരം പറയണുള്ളൂ. പക്ഷെ ഇന്ന് അപ്പോൾ ഒന്ന് ശരിക്കാമീൻ പറഞ്ഞ, ഞാൻ നേരത്തെ തെറ്റി പറഞ്ഞ. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചു പോയവർക്ക് നീ ദീർഘായുസ് നൽകണമേ. ദാ പിന്നെ മരിച്ചുപോയവർക്ക് എന്തൊട്ട് ദീർഘായുസാടാ. അത് പൊതുവെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇങ്ങനെ ഒരു അലസഭാവത്തിലാണ്, ഒരു ഒഴുക്കിലാണ്. അള്ളാഹു മരിച്ചുപോയവർക്ക് സ്വർഗം കൊടുക്കട്ടെ, ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ഹബീബിങ്ങളെ, ബിസ്മി കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായ വേദന തോന്നി. ചളിയിലല്ലേ അള്ളാഹുവിൻ്റെ നാമധേയം കിടക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി ബഗ്ദാദ് അങ്ങാടിയിലെ നല്ലൊരു അത്തറ് കടയിൽ നിന്ന് അത്തറ് വാങ്ങി കഴുകി ശുദ്ധിയാക്കി സുഗന്ധം പുരട്ടി അലമാരയിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ ഉറങ്ങി. കള്ളു കുടിച്ചതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഉറങ്ങുമ്പോൾ രാത്രിയിലതാ ഒരു അശരീരി, യാ ബിശ്ർ, ബിശ്റേ, നീ എൻ്റെ നാമത്തെ സുഗന്ധപൂരിതമാക്കിയിരിക്കുന്നു. ഞാൻ നിന്റെ നാമത്തെ ഇഹത്തിലും പരത്തിലും സുഗന്ധപൂരിതമാക്കുകയാണ്.
ആ രാത്രിയിൽ ഞെട്ടി ഉണർന്നു ബിശ്രെന്ന കള്ളുകുടിയനായ ചെറുപ്പക്കാരൻ ഓടി. ചെറിയൊരു സ്പാർക്കിംഗ് ഉണ്ടായി. ഓടി. ആ കാലഘട്ടത്തിലെ മഹാനായ ശൈഖായ താജുൽ ആശിഖീൻ, താജുൽ ആരിഫീൻ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ മസാറിൽ എത്തി. എന്നിട്ട് പറഞ്ഞു, ശൈഖ് അവറുകളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ കള്ളുപിടിച്ച് വരികയായിരുന്നു. ഒരു കടലാസ് കണ്ടു വിസ്മി. അങ്ങനെ കഴുകി ശുദ്ധിയാക്കിയപ്പോൾ ഭയങ്കര ശബ്ദം കേട്ടു. എൻ്റെ തൃശ്ശൂരിലെ കത്തീവിനോടാ പറഞ്ഞ പോട് നസ്രാണി, ഈ രാത്രിയിൽ കയറി വന്നിട്ട് എനിക്ക് പറയാൻ കണ്ടത് ഇത് കള്ളു കുടിച്ച് നടക്കുകയാണല്ലേ, പള്ളിയിൽ കയറരുത് എന്നാണ് പറയുക. ജുനൈദുൽ ബഗ്ദാദി പറയുകയാണ്, മോനെ, ആർദ്രസാന്ദ്രമായ പ്രണയത്തിന്റെ വിളി മോനെ, നിന്നെ പടച്ചോന് നിന്നെ ഭയങ്കര ഇഷ്ടാടാമുത്തേ. You can break into a fort but not into a heart. നിങ്ങൾക്കൊരു കോട്ടക്കകത്തേക്ക് അതിക്രമിച്ച് കയറി ചെല്ലാൻ പറ്റും, but not into a heart. ഒരു ഹൃദയത്തിലേക്ക് അങ്ങനെ കയറി ചെല്ലാൻ പറ്റില്ല. ഇറ്റ്സ് എ ലവ്. പ്രണയം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഫല്ലൻ ഗലീലൽ ഖൽബ്. പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ നബിയെ നിങ്ങളുടെ അടുത്തുനിന്ന് ജനങ്ങളൊക്കെ ഓടിപ്പോകുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ഹബീബിങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അള്ളാഹ്ക്ക് നിന്നെ ഇഷ്ടാടാ. ആരെ? 3 കള്ള് ഷാപ്പ് നടത്തുന്നയാളെ. നാളെ ഇതിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നാളെ പറയും. നേരെ കേട്ടില്ലേ? വേല കേട്ടില്ലേ? നമ്മളൊക്കെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാറിയപ്പോഴാണ് ഇഷ്ടം തോന്നിയത്. അള്ളാഹ്ക്ക് അല്ലെങ്കിൽ ഇഷ്ടം ഉണ്ടാകാം. ആ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിനെ പ്രണയിച്ച് മശൈഖ് അവരുടെ മുരീദായി കൂടി. ഹബീബിങ്ങളെ വല്ലാത്ത മാറ്റം. പിന്നെ കാലിൽ ചെരുപ്പിട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഹാഫി എന്ന പേര് പിറകിൽ വന്നത്. നഗ്നപാദൻ, ചെരുപ്പിടാതെ നടന്നതിന്റെ പേരിൽ അങ്ങനെയാണ് ബിശ്റുൽ ഹാഫി ആയത്. വലിയ ശൈഖായി വളർന്നു, ആശിഖുർ റസൂലായി വളർന്നു, ആയിരക്കണക്കിന് മുരീദന്മാരുടെ ഗുരുവര്യനായി, മഹാമശായിഖന്മാരുടെ ശൈഖായി മാറി. അശ്ശൈഖ് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. അവരുടെ പിന്നീടുള്ള ജീവിതം പ്രവാചക പ്രണയവും പരത്തുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് അവരുടെ മസാറിൽ നിന്നാണ് ഈ തൊപ്പി വാങ്ങിയത്. ഇടയിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, അതിൽ ചെരുപ്പിന്റെ ചിഹ്നമുള്ളതുകൊണ്ട്. അപ്പൊ ഹബീബിങ്ങളെ, അള്ളാന്റെ റസൂല് ചെരുപ്പിട്ട് ഹളീറത്തുൽ ഖുദ്സിൽ നിന്നോ. അതുകൊണ്ട് യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു കിതാബ് എഴുതുകയാണ്, ഖിദ്മത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹിന്റെ ചെരുപ്പിന്റെ മിസാലു നഅലേ ശരീഫ്, പുണ്യനബിയുടെ ചെരുപ്പിന്റെ അടയാളത്തിന് ഞാൻ പറയാൻ ശ്രമിച്ചത് എന്താ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയത്? ലൗ കുന്തു അബ്സർതുഹു ഹയ്യൻ ഫഖുൽതു ലഹു. ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ജീവിതകാലത്ത് കണ്ടിരുന്നുവെങ്കിൽ മുത്തൊളി മുസ്തഫായോട് ഞാൻ പറയുമായിരുന്നു, ലാ തംശി, അങ്ങ് നടക്കരുത് നബിയേ. എൻ്റെ കവിളിൽ ചവിട്ടിയല്ലാതെ മണ്ണിൽ ചവിട്ടല്ല നബിയേ. ആദരവായ അങ്ങയുടെ പാദവൃന്ദം എൻ്റെ കവിളിൽ ചവിട്ടൂ നബിയേ. എന്തൊരു പ്രണയമാണ് ഹബീബിനോട്, മദീനയോട്. അത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ ഒരു സദസ്സിൽ വെച്ച് വിളിച്ചു പറയുകയാണ്. ഹബീബായ പ്രവാചകർ തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ, ഞാൻ നിങ്ങളോട് ഒരാളെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? ഞാൻ നിങ്ങൾക്കൊരാളെ പറഞ്ഞു തരട്ടെയോ? മുലർ സഖീഫ് ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിന്റെ എണ്ണം കണ്ട് ഖിയാമത്ത് നാളില് ജനലക്ഷങ്ങളെ ശഫാഅത്ത് ചെയ്യാൻ കഴിവുള്ള ഒരാളെ കുറിച്ച് പറയട്ടെയോ? നിങ്ങളത് കേട്ട് ഞെട്ടണം ഹബീബിങ്ങളെ. മുലർ സഖീഫ് ഗോത്രത്തിന്റെ ആടുകളുടെ എണ്ണം എത്രയാണെന്ന് താരീഖിൽ കാണാം. 1000കണക്കിന് 10000കണക്കിന് ആടുകളുള്ള ഗോത്രമാണ് മുലർ സഖീഫ് ഗോത്രക്കാർ. അവരുടെ ആടിന്റെ എണ്ണം തന്നെ 10000 ആണെങ്കിൽ
ആ ഓരോ ആടിൻ്റെ ശരീരത്തിലെ രോമത്തിൻ്റെ എണ്ണം എത്രയാണ്? ലക്ഷക്കണക്കിന് വരുന്ന രോമങ്ങളുടെ എണ്ണം പറഞ്ഞ് പുണ്യനബി പറയുകയാണ്, ഖിയാമത്ത് നാളിൽ ആരാരും സഹായിക്കാനില്ലാത്ത വേള ഒരാൾ അത്രയാളുകളുടെ എണ്ണം കണ്ട് ശഫാഅത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. പടച്ചോനെ, അള്ളാഹു അദ്ദേഹത്തെ നമ്മളുമായി, അല്ലെങ്കിൽ അദ്ദേഹത്തോടെ നമ്മളുമായി കണ്ടുമുട്ടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയുമ്പോൾ നിങ്ങളെ ശഫാഅത്ത് കൊണ്ടൊന്നും അല്ലാതെ രക്ഷപ്പെടാൻ വലിയ പാടാട്ടോ. എൻ്റെ അടുത്താണെങ്കിലും നിങ്ങളുടെ അടുത്താണെങ്കിലും അമല് വളരെ കുറവാണ്. ഖാലൂ, സഹാബത്ത് ചോദിക്കുകയാണ്, അവർ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് അയാളെ കണ്ടുമുട്ടാൻ കഴിയുമോ നബിയേ? അപ്പൊ പറഞ്ഞു, ഇല്ല ഇല്ല, അബൂബക്കറില്ല യറാ, അബൂബക്കർ അയാളെ കാണൂല. പക്ഷെ വയറാഹു ഉമർ വഅലി, ഉമറും അലിയും അദ്ദേഹത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. പുണ്യനബിയുടെ സഹാബിയല്ല, പ്രവാചകനല്ല, പ്രവാചകനും സഹാബിയുമല്ലാത്ത ഒരാളാണ്. എന്നാൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചയാളാണ്. പക്ഷെ മദീനയിലല്ല, യമനിലാണ് ജീവിച്ചത്. അവർ ചോദിച്ചു, നബിയേ, എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, എന്താണ് അദ്ദേഹത്തിൻ്റെ അടയാളം? അപ്പൊ പറഞ്ഞു, ഉവൈസ് ബിൻ ആമിറുൽ ഖർനി റളിയല്ലാഹു അൻഹു. അവരുടെ പേര് ഉവൈസ് എന്നാണ്, അവരുടെ ഉപ്പയുടെ പേര് ആമിർ എന്നാണ്. അവർ യമനിലെ ഖറനുകാരനാണ്. അവർക്ക് നന്നായി മുടിയുണ്ട്, തോളോളം കിടക്കുന്ന മുടിയുണ്ട്, പിഞ്ഞിയ വസ്ത്രമാണ്, അസ്ഥി പഞ്ചരമാണ്, കാരക്കയുടെ കുരു മാത്രം തിന്ന് ജീവിക്കുന്നയാളാണ്. ഹലോ, കാരക്ക തിന്ന് ജീവിക്കുന്നയാൾ എന്നല്ല, കാരക്കയുടെ കുരു. കാരക്ക തിന്ന് ജീവിച്ചാൽ ഭയങ്കര വൈറ്റമിൻ വരും, വികാര തള്ളിച്ച ഉണ്ടാകും, ഭയങ്കര കാര്യങ്ങളുണ്ടാവും. അതാണ് കാരക്കയുടെ, ഈത്തപ്പഴത്തിന് പ്രത്യേകത. കാരക്കയുടെ കുരുവാണ് അതിൻ്റെ പ്രത്യേകത. ഒരു കുരു ഇപ്പൊ വായിലിട്ടാൽ അസറു വരെ അത് വായിലിടാൻ കഴിയും. വേറെ അധികം ഫുഡൊന്നും കഴിക്കേണ്ടി വരില്ല. അതുകൊണ്ടാണ് കാരക്കയുടെ കുരുവാണ് അദ്ദേഹം കഴിക്കുന്നത്. അദ്ദേഹത്തിന്റെ വയറിലോ കയ്യിലോ പുറകിലോ ഒരു വെളുത്തടയാളമുണ്ട്. ഈ 3 കാര്യം ഞാൻ പറഞ്ഞത് 3 റിപ്പോർട്ടിൽ 3 രൂപത്തിലാണ്. ഇത് 1001 രാവിലെ അറബിക്കഥയിലെ കള്ളക്കഥയല്ല ബഷീർ പറയുന്നത്. സഹീഹ് ബുഖാരിയും മുസ്ലിമും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഉവൈസ് ബിൻ ആമിറുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. അപ്പോൾ ഒന്നുകിൽ വയറിൽ അല്ലെങ്കിൽ കയ്യിൽ ഇവിടെ ഒരു വെളുത്തടയാളമുണ്ട്. അബൂബക്കറിന് കാണാൻ കഴിയില്ല. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയെ, എന്നിട്ടെന്തേ അയാൾ അങ്ങയെ കാണാൻ വരാത്തത് നബിയെ? സ്വഹാബിയാകൂലേ നബിയെ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മനഹു അംറാൻ. 2 കാര്യങ്ങൾ അദ്ദേഹത്തെ തടയുന്നുണ്ട്. 2 കാര്യങ്ങൾ അദ്ദേഹത്തെ തടയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഭയങ്കര സങ്കീർണമാണ്. എന്താ കാരണം? അയാൾക്ക് മദീനയിൽ വന്നാൽ എന്നെ കണ്ടാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല സഹാബ. അത്രയേറെ എന്നെ സ്നേഹിക്കുന്നയാളാണ് സഹാബ. നിങ്ങൾ എന്നെ കണ്ടവരാണ്, പക്ഷെ എന്നെ ഒരിക്കൽ പോലും കാണാതെ എന്നെ സ്നേഹിക്കുന്നയാളാ. മദീന കണ്ടാൽ അയാളുടെ കൺട്രോള് പോകും. മഖാമേ മുസ്തഫ ക്യാ ഹേ തൂ അമീരേ